ഒരു സ്റ്റേ ഓവറിന്റെ ദിവസം കൊണ്ട് ഉണ്ടായതല്ലേ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ഗ്രാഫിക് ഡിസൈൻ ഒക്കെ ആയിട്ട്. ഖദീജ ഇവിടെ പഠിച്ച നമ്മളെ ഫ്രണ്ട് ഖദീജ എന്നെ റെക്കമെൻഡ് ചെയ്തു. ഹാക്ക. ഹായ് ഹായ്, ഐ എം റൈബ ഫിറോസ്. ബക്ര ഷെറിൻ. ഓക്കെ. ഹാക്കയിലേക്ക് ഫസ്റ്റ് ആയിട്ട് ഞാൻ വരുമ്പോൾ എനിക്കിവിടെ ആരെയും പരിചയമില്ല. പിന്നെയാണ് തിങ്ക് ലൈക്ക് എ ചൈൽഡ് എന്നുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടും അത് നമുക്ക് സ്റ്റാർട്ടിങ് തിങ്ക് ലൈക്ക് എ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല അതിന്. ഞാൻ ആ ടൈമിൽ എത്തിയില്ല. അതെ, അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു ടീം, ഒരു ഗ്രൂപ്പ്, അപ്പോൾ നമ്മൾ അതിലുള്ള ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. കാരണം മറ്റേത് നമ്മൾ സൈഡിലുള്ള ആൾക്കാരെ നമ്മൾ നോക്കുള്ളൂ. അതിൻ്റെ പ്രൊജക്റ്റ് അടിപൊളി പ്രൊജക്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വെൻഡേഴ്സ് ഒക്കെ കയറി നമുക്ക് ക്ലാസ്സിലേക്ക് ഫോട്ടോഷോപ്പ് ഇല്ലുസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ അതെ, ഫോട്ടോഷോപ്പിൽ പറഞ്ഞാൽ ഒന്നും അറിയില്ല. ഫോട്ടോഷോപ്പ് അറിയാം, ഇല്ലുസ്ട്രേറ്റർ അറിയാം, അങ്ങനെ സോഫ്റ്റ്വെയർസ് അറിയാമെന്നല്ലാണ്ട് അതിലെന്തെല്ലാം യൂസ് ചെയ്യാമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള ഏറ്റവും കാരണം ഓർക്കറിയാം, നമുക്കൊന്നും അറിയില്ല, സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ വരാണ്. അപ്പോൾ അതാണ് ഭയങ്കര ഹെൽപ്പിംഗ് ആയത്. കാരണം ഫസ്റ്റ് മുതലുള്ള ടൂള് ഇതെന്താണ്, ഇതേതാ, ഈവൻ ലാപ്ടോപ്പ് വരെ യൂസ് ചെയ്യാൻ അറിയില്ല മതിയായിരിക്കും. അതുവരെ പക്ക കറക്റ്റ് ബേസ് വരെ പറഞ്ഞു തന്നത് ഇവിടെയുള്ള മെൻറ്റേഴ്സ് ആണ്. ഫോട്ടോഷോപ്പിന് മെൻറ്റർ ആഷിഫ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു ഒന്നുമല്ലാത്തൊരു സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അയക്കണമെങ്കിൽ ഇവിടുത്തെ മെന്റേഴ്സിന്റെ നല്ലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. വീഡിയോ എഡിറ്റിംഗിന്റെ ക്ലാസ് അതൊരു 1.5 ക്ലാസ് ആയിരുന്നു. നല്ല അടിപൊളി. നമ്മളെ ക്ലാസ്സിലാണെങ്കിലും വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് വന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും നല്ല നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു ഷാമിൻ്റെത്. അതിൽ ആർക്കും ഒന്നും പറയാനുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് UX തരുണിന്റെ ക്ലാസ്സും. തരുണാണെങ്കിലും അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇത് ആ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ തരും UX എന്താന്നുള്ളത്. പിന്നെ സുഹേലിന്റെ മോഷനില് പറഞ്ഞ താല്പര്യം, മോഷൻ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാര് ഇന്റേൺഷിപ്പില് മോഷൻ എന്ന് പറഞ്ഞിട്ട് മോഷനിലേക്ക് കയറി. കാരണം അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു സുഹേലിന്റെ മോഷന്റെ ക്ലാസ്സസ്. അങ്ങനെ പിന്നെ നബാന്റെ ബ്രാൻഡിങ് ഞാനും ബ്രാൻഡിങ് ഡിസൈനിങ് അത്രയും താല്പര്യം ഉണ്ടായുള്ള കാരണം ആ ക്ലാസ്സസും ആ ഒരു നബാൻ ചെയ്ത വർക്ക്സ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് എനിക്കും ബ്രാൻഡിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടതും ചൂസ് ചെയ്യാനുള്ള കാരണം. ഇന്റേൺഷിപ്പിന് കയറിയപ്പോൾ ആണെങ്കിൽ ആ ഏജൻസി കയറുന്നവരെ നമുക്ക് ഏജൻസി എന്താണെന്നോ അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ല. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കണേ, ചോലോലെ വർക്ക് കറക്റ്റിന് ചെയ്യുന്നുണ്ട്. നിൻ്റെ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ എല്ലാം പറയും നല്ല വൈബാണ്. പക്ഷെ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തില്ലല്ലോ. അവിടെ കയറിയപ്പോഴാണ് ഏജൻസി എന്താണ്, ഇവിടുത്തെ ഏജൻസി എന്താണെന്നുള്ള കാര്യം മനസ്സിലായത്. എല്ലാവരും ഒരു എന്താ പറയുക, നല്ലൊരു കമ്പനിയാണ്. എന്തും ചോദിക്കാം. ഫസ്റ്റ് നമ്മൾ കയറിയപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ പോലോട് ഈ ഡൗട്ട് ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ ശരിയാവും എന്നൊക്കെ. ചോല നമുക്ക് എല്ലാം നല്ല മനസ്സിലാക്കി, ഇങ്ങനെ ചെയ്ത് നോക്ക്, പറ്റും, ട്രൈ ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കും. പിന്നെ ഓർമ്മ നമ്മൾ ഉത്സവം നമുക്ക് കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് ഉത്സവം. പിന്നെ ഐവിയും അതാണ് നമ്മുടെ ബെസ്റ്റ്. പക്ഷെ ഉത്സവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കോളേജിൽ കിട്ടിയൊരു വൈബ്. നമ്മൾ ഐവിന്റെ കാര്യം പറയണ്ടല്ലോ, നമ്മളോട് അറിയാതെ ഒന്ന് പറഞ്ഞു പാക്കേജിന്റെ ടൈമിൽ ഐവിക്ക് ഉണ്ടാവാം. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഹാക്ക ലൈഫ്.